നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. പ്രമേഹ രോഗികളുടെ ഒരു ജീവിതശൈലി എങ്ങനെയായിരിക്കണം? അരിയാഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഭക്ഷണത്തിൻ്റെ അളവും തവണയും ഒക്കെ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പ്രമേഹം വളരെ സാധാരണമായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന ഒരു രോഗാവസ്ഥയായിട്ട് മാറിയിട്ടുണ്ട്. പല കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും പൊതുവായ ആഹാര രീതി, കഴിക്കുന്ന മരുന്നിൻ്റെ അളവ്, ഉറക്കത്തിൻ്റെ ദൈർഘ്യം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ചിട്ടയായ ഒരു ആഹാര രീതി ക്രമപ്പെടുത്തേണ്ടത്. ചിട്ടയായ ആഹാരക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും പ്രമേഹത്തെയും അതിനെ തുടർന്നുണ്ടാവുന്ന പല കോംപ്ലിക്കേഷൻസിനെയും ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. പ്രമേഹം എന്ന് കേൾക്കുന്നതോടെ അരിയാഹാരം പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കണമെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ അരിയാഹാരം പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കേണ്ടതില്ല. അമിതമായിട്ട് പച്ചരിയുടെ ഉപയോഗമാണ് നിയന്ത്രിക്കേണ്ടത്. അതിനു പകരം കുത്തരി കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്.